ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാർക്ക് ഫ്രൂട്ട് ഫാമിലേക്കാണ്. ഇത് കോൾച്ചസ്റ്ററിലുള്ള ഒരു ഫാമാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് നമുക്കെന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഇവരെ ബെറീസ് എല്ലാം കഴിഞ്ഞിരുന്നു. ഇവിടെ ഇപ്പം പ്ലം ആണ്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്ലം ആണുള്ളത്. ഇത് ഈ മുന്തിരി പോലെ കാണുന്ന അത്ര വലിപ്പമുള്ള ഇതും ഒരു വെറൈറ്റി ഓഫ് പ്ലം ആണ്. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഇത് ഭയങ്കര സ്വീറ്റ് ടേസ്റ്റ് ആയിട്ടാണ് തോന്നുക. പക്ഷേങ്കിൽ അധികം പഴുക്കാത്തതാണെങ്കിൽ അതിനൊരു ചെറിയൊരു പുളിപ്പുണ്ട്. ഇത് നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന പ്ലം. അതുകൂടാതെ തന്നെ ഇവർക്ക് കോഴി കൃഷി, അതായത് മുട്ടയ്ക്ക് വേണ്ടി കോഴീനെ വളർത്തുന്നതുണ്ട്. അതിൻ്റെ ഫാമും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. നമ്മൾ പോയപ്പോൾ ഞാൻ വിചാരിക്കുന്നു കോഴികളെല്ലാം ഫുഡ് തരാമെന്നോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓടി വരുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് അലൗഡല്ല നമുക്ക് കൈമുള്ള ഫുഡൊന്നും അവർക്ക് ഇട്ട് കൊടുക്കാൻ. ഇവർക്ക് അതിൻ്റേതായ ഫുഡ് തന്നെയുണ്ട്. നമ്മളങ്ങനെ കുറച്ച് പ്ലം നമ്മൾ പിക്ക് ചെയ്തെടുത്തു. കാരണം ഇതിൻ്റെ 2 ദിവസം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. അന്നേരം നമുക്ക് അവർക്ക് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കൂടുതലായിട്ടും പ്ലം അങ്ങനെ പറിക്കുന്നില്ല. കാരണം പെട്ടെന്ന് മോശമായി പോവല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഏകദേശം ഒരു 2 kg പ്ലം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. കുട്ടികൾക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങനെ പറിക്കുന്നതും കാര്യങ്ങളിലും. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ കുഞ്ഞി പ്ലമ്മായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ടും ഒരു വെറൈറ്റി ആയി തോന്നി. അവർക്ക് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് നാച്ചുറലായി അവരുണ്ടാക്കുന്ന സ്ക്വാഷും ജ്യൂസസും എല്ലാം അവൈലബിൾ ആയിരുന്നു. പിന്നെ ഒരു വെറൈറ്റി ആയി സാധനം കണ്ടത് നമ്മുടെ നാട്ടിലെ ഉത്സവത്തിനെല്ലാം കിട്ടുന്ന മുട്ടായികളിലും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നാടൻ കോഴി മുട്ടയും നമ്മൾ നേരത്തെ കണ്ട ചിക്കൻ്റെ മുട്ടയും ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയ പ്ലമ്മിന് നമ്മൾ അവിടെ നിന്ന് തൂക്കിയിട്ട് വില കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.